എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ GK പാർട്ടാണ് നോക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള തസ്തികയിലേക്ക് മെയിൻ എക്സാം ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതിന്റെ ഈ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ GK പാർട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, നാലാഗമങ്ങൾ, ധ്യാന സലാപങ്ങൾ, വേദാധികാര നിരൂപണം, അരുൾനൂൽ. ഇതില് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് ആൻസർ എന്താണ്? സി ആണ് വരിക. അതായത് 2ഉം 4ഉം ആണ് അല്ലാത്തത്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ എന്നിവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി ആണ്, കുളച്ചൽ യുദ്ധം. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ആൻസർ എ, ജോസഫ് നോയൽ പേറ്റൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ? ആനി ബസന്റ്, ഡേവിഡ് ഹാരെ, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ആൻസർ ബി ആണ്, 1ഉം 3ഉം 4ഉം ആണ് ബന്ധപ്പെട്ട വ്യക്തികൾ. അതായത് ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി? ആൻസർ സി, ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആൻസർ ഡി, അന്താരാഷ്ട്ര ഒട്ടക വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം, അതായത് പെരിഹീലിയൻ, എന്നാണ്? ആൻസർ എ, ജനുവരി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ ട്രോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ആൻസർ സി, ഡെറാഡൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഹ്യാദ്രിയിലെ മഹാബലേശ്വരന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ആൻസർ ബി, കൃഷ്ണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ആക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത? ആൻസർ സി, NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത്? ആൻസർ ബി, അനുവാദിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇതിലെ ഏതാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്? ആൻസർ എ ആണ്, അതായത് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്?
ആൻസർ ബി ആണ്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത്? ആൻസർ ഡി, വാണിജ്യ ബാങ്കുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഇതില് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3 ആണ് അല്ലെ. അപ്പൊ സി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 1-ാം സ്ഥാനം. എ ആണ് ആൻസർ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗാരിയ. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ അല്ലെങ്കിൽ ഏത്? ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമ നിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ആൻസർ ഡി ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചത് ശരിയായവ കണ്ടെത്തുക. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്, സൈബർ നിയമങ്ങൾ സംയുക്ത ലിസ്റ്റ്, പിന്തുടർച്ചാവകാശം അവശിഷ്ടാധികാരങ്ങൾ. ആൻസർ ബി ആണ്. അതായത് തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ് എന്നുള്ളതും ഭൂമി സംസ്ഥാന ലിസ്റ്റ് എന്നുള്ളതും ശരിയാണ്. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ അവര് ഡിലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. 91-ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ആൻസർ സി ആണ്. 1, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏവ? വായിച്ചു നോക്കുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75-ൽ നിന്നും 80 വർദ്ധിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുക. അപ്പൊ 1, 3 ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. ഭാഗമല്ലാത്തത് 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്തത് ഏത്? ആൻസർ ഡി ആണ്. 2ഉം 3ഉം ആണ് അതിന്റെ ഭാഗമല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ആൻസർ എ ആണ്. അനുച്ഛേദം 243K. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ബി ആണ്. റവന്യൂ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണ് ഇത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഡി ആണ്. ഇവയൊന്നുമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ എ ആണ്. സി അച്യുതമേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി ആണ്. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തിലാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ എ മാനന്തവാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ആൻസർ സി ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ആൻസർ എ ദൃഷ്ടിപടലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജമുന പാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ആൻസർ ബി ആട്. കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ആൻസർ ഡി വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ബി സ്വിറ്റ്സർലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ശരണ്യ പദ്ധതി? ആൻസർ എ ആണ്. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഡി ബെറിബറി. 2024 ലോക പരിസ്ഥിതി ദിനത്തിലെ ആതിഥേയ രാജ്യം? ആൻസർ സി സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു വരുവാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്?
ഒരു വസ്തുവിന്റെ മാസ് കൂടുതലാണെങ്കിൽ പാലായന പ്രവേഗം കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ പാലായന പ്രകാരം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/h ആണ്. ആൻസർ സി ആണ്. അതായത് 2 മാത്രമാണ് ശരി. ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ട് ആണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ആൻസർ ബി ആണ്, 3 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ബി, പാസ്കൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഡി, ഇലക്ട്രോൺ ഡൈനാമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. റോക്കറ്റിന്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ആൻസർ ബി ആണ്. അതായത് 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ചെടുത്ത റോക്കറ്റ്, പിന്നെ ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ളത്, പിന്നെ എന്താണ്, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത് എന്നതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോയിൽ നിയമം, ഡാൽട്ടന്റെ നിയമം, അവോഗാഡ്രോ നിയമം, ചാൾസ് നിയമം. ചേരുംപടി ചേർക്കുക. അതെങ്ങനെയാണ് ചേർക്കുക? അതായത് ബോയിൽ നിയമം പറയുന്നത് എന്താണ്? P is proportional to 1/v. അപ്പോൾ 1 4 ആണ്. പിന്നെ 2 എന്താണ്? ഡാൽട്ടന്റെ നിയമം. അതെന്താണ്? ഡാൽട്ടന്റെ നിയമം പറയുന്നത് P total equal to P1 plus P2 plus P3 plus etc. Pn. അവോഗാഡ്രോ നിയമം പറയുന്നത് എന്താണ്? അവോഗാഡ്രോ നിയമം V is proportional to n അല്ലേ? പിന്നെന്താണ്? ചാൾസ് നിയമം എന്താ പറയണത്? V is proportional to T. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? 1s2, 2s2, 2p7, 1s2, 2s2, 2p2, 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d1, 1s2, 2s2, 2p5, 3s1. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ സി ആണ്. അതായത് പിയിൽ 6 മാത്രമേ ഉള്ളൂ, 7 ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ എന്താണ് തെറ്റ്? ഇതില് 2p5 പിന്നെ 3s1 അങ്ങനെ ആവില്ല. 2p6 കഴിഞ്ഞിട്ടാണ് 3s1 വരിക. അപ്പം 1ഉം 4ഉം ആണ് ശരിയല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ആൻസർ സി ആണ്, റോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഗാനസോൺ എന്നത് എന്താണ്? കൃത്രിമ മൂലകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു? ആൻസർ ബി ആണ്, ക്വാണ്ടം ഡോട്ട്സ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലം അനുസരിച്ച് ക്രമപ്പെടുത്തുക. ആൻസർ സി ആണ്. ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യം കിട്ടിയത്. പിന്നെ SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. ആൻസർ എ ആണ്, ചവിട്ടു നാടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥകളി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു ജനകീയ കലയാണ്, ഒരു ദൃശ്യകലയാണ്, പ്രധാന വാദ്യോപകരണം മിഴാവാണ്, പച്ച, കരി, കത്തി, താടി എന്നിവ വിവിധ വേഷവിധാനങ്ങളുണ്ട്. ആൻസർ ബി ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ആൻസർ സി, തലശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആശാമേനോൻ, K ശ്രീകുമാർ, ആനന്ദ്, MK മേനോൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, വിലാസിനി, P സച്ചിദാനന്ദ്. ഇതിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നുള്ളതും ആശാമേനോൻ K ശ്രീകുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ആൻസർ ബി ആണ്, കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. ആൻസർ സി, ഇഗ സ്വിയാടെക്. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഡി, HTML. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബിലേക്കുള്ള വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലും കൈമാറുന്നു. ഏതു കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ആൻസർ ബി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബ്രൗസർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഡി ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ്. പിന്നെ എന്താണ്? ബ്രൗസർ ഫയർഫോക്സ് ഒരു ബ്രൗസറാണ്. ഇൻപുട്ട് ഡിവൈസ് എന്താണ്? ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ എ, M-സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ സി, ഐരാവത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. ആൻസർ ഡി ആണ്, മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ആൻസർ എ ആണ്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ആൻസർ ഡി ആണ്. 2A യും B യും. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത
സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. ആൻസർ ബി, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ആൻസർ ഡി ആണ്. അതായത് ശാരീരികമോ വാക്കാലുള്ളതോ ആയവ അല്ലെങ്കിൽ സാമ്പത്തികമായവയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് EWS 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭേദഗതി. ആൻസർ സി, 103. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ സി, ഉത്തര കൊറിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.